ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവാണെങ്കിൽ ഋതിയെ രോഹൻ കൊണ്ടുവന്ന ആ ക്ഷേത്രത്തിൽ വന്നിട്ട് അവിടെ എല്ലാം ഋതിയെ നോക്കുവാണ്. ഈശ്വര, കാണുന്നില്ലല്ലോ. രാജു അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് നോക്കുവാണ്. ക്ഷേത്രം ചുറ്റി നോക്കുന്നുണ്ട്, ക്ഷേത്രത്തിന് പുറത്ത് വന്ന് നോക്കുന്നുണ്ട്. ഇത് തന്നെയാണല്ലോ അവരാണിക്കുന്ന് ക്ഷേത്രം. അവരിങ്ങോട്ടാണല്ലോ വരുമെന്ന് പറഞ്ഞത്. ദൈവമേ, ഋതിക മേഡത്തെയും കൊണ്ട് അവരെങ്ങോട്ടാ പോയിരിക്കുന്നത്? രോഹന്റെ വണ്ടി ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. ഇനി ഋതിക മേഡത്തിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ഋതിയയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് കേൾക്കുന്നത്. ഇനി ഇവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല, എവിടെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞ് രാജു വീണ്ടും ബൈക്ക് എടുത്തോണ്ട് വരുവാണ്. രോഹനാണെങ്കിൽ ഋതിയെ കാറിൽ വെച്ച് കയ്യെ പിടിക്കുന്നുണ്ട്. ഡോ, താൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ. വേണ്ട, നീ എന്നെ തൊടണ്ട, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം എന്നും പറഞ്ഞ് ഋതിയെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ രോഹൻ പറയുക, എങ്ങനെയായാലും എന്തായാലും നമ്മൾ ഒരുമിക്കും. ഞാൻ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്യും. കല്യാണത്തിന് മുൻപ് പല പേഴ്സണലായ കാര്യങ്ങളും നമുക്ക് തമ്മിൽ സംസാരിക്കാനും ഉണ്ട്. നമുക്കിതിനകത്തിരുന്ന് സംസാരിക്കാം. ഇതിനകത്താണെങ്കിലേ ഒരു മനുഷ്യജീവി പോലും ഇല്ല. താൻ ഇതിനകത്തൊരു ധൈര്യത്തെ കയറടോ. എനിക്ക് ആദ്യം തന്നോട് സോറി പറയണം. ഋതിക ആകെ വിഷമിക്കുവാണ്. കാരണം ചുറ്റുവട്ടത്തെങ്ങും ആരുമില്ല. ആളൊഴിഞ്ഞൊരു വീട്ടിലോട്ടാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഋതിക ഇങ്ങനെ വിഷമിക്കുവാണ്. ഋതിക രോഹനോട് പറയുന്നുണ്ട്, അതിന് സോറി പറയണമെങ്കിൽ ഇവിടെ വെച്ച് പറഞ്ഞാൽ മതിയല്ലോ. അതിന് ഞാൻ എന്തിനാ അകത്തോട്ട് വരുന്നത്? അപ്പോൾ തനിക്ക് എന്നെ വിശ്വാസമില്ലെന്നർത്ഥം. എന്നെ ഇങ്ങനെ വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ആരാണെന്ന് ഋതിയെ വിശ്വസിപ്പിച്ചിട്ടേ ഇവിടുന്ന് വിടത്തുള്ളൂ. അവന്റെ ആ കഴുകൻ കണ്ണുകൊണ്ട് ഋതിയെ ഇങ്ങനെ വന്ന് നോക്കുവാണ്. കേറി വാ ഋതിക. ഇല്ല, ഞാൻ വരില്ല. എന്നെ കൊന്നാലും ഞാൻ വരില്ല. അതുവരെയുള്ള അവന്റെ ഭാവം അങ്ങ് മാറി. അവൻ പറയുന്നു, നിന്നെ കൊല്ലണോ വേണ്ട എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. നിന്നോട് മര്യാദയ്ക്ക് കേറി വരാനാ പറഞ്ഞത്. ഞാൻ വരില്ലെന്നല്ലേ നിന്നോട് പറഞ്ഞത്? ആഹാ, നീ അത്രയ്ക്കായോടി, വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞവൻ ഋതികയുടെ കൈക്ക് പിടിച്ച് വലിക്കുവാണ്. അങ്ങനെ അവിടെ ശരിയായ ഒരു പിടിവലി തന്നെ നടക്കുവാണ്. ഒടുവിൽ ഋതിക അവന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടുവാണ്. തൊട്ടുപുറകെ തന്നെ രോഹനും, നീ എവിടം വരെ ഓടുപടി, നിക്കടി എവിടെ എന്നും പറഞ്ഞ് രോഹനും പുറകിന് തന്നെ ഓടുവാണ്. ഋതികയാണെങ്കിൽ പാവം ജീവൻ കൈപ്പിടിച്ചു വെച്ചോണ്ട് ഓടുവാണ് കരഞ്ഞോണ്ട്. രാജുവാണെങ്കിൽ ഋതിയെ തിരക്കി ഇങ്ങനെ ബൈക്കിൽ ഓരോ ഭാഗത്തും ചുറ്റിത്തിരിയുവാണ്. ഓടുന്നതിനിടയ്ക്ക് ഋതിക രാജുവിന് ഫോൺ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് രാജു ഫോൺ നോക്കുമ്പോൾ ഋതിക മേഡം, അയ്യോ മേഡം എന്നിങ്ങനെ പറയുമ്പോൾ രാജു എന്നും പറഞ്ഞ് ഋതിക കരയുവാണ്. ഋതികയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ സമയത്ത് രോഹൻ അവിടെ എത്തിക്കഴിഞ്ഞ് അവളെ കയറി പിടിക്കുവാണ്. രോഹൻ മോശമായ രീതിയിൽ ഋതിയോട് സംസാരിക്കുന്നതൊക്കെ രാജു ഫോണിൽ കൂടെ കേൾക്കുവാണ്. നീ ഇവിടുന്ന് രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണോടി. നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ എന്റെ ആഗ്രഹം സാധിക്കാനാടി. മര്യാദയ്ക്ക് നീ അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ല, നീ എതിർക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ കൊന്നിട്ടാണെങ്കിലും എന്റെ ആഗ്രഹം ഞാൻ സാധിച്ചിരിക്കും. എന്നെ വിടുരോഹൻ എന്നൊക്കെ ഇങ്ങനെ അലറി കരയുന്നതൊക്കെ രാജു കേൾക്കുവാണ്. മിണ്ടാതിരിക്കടി അവിടെ എന്നും പറഞ്ഞ് രോഹൻ വീണ്ടും അവളെ ബലം പിടിക്കുവാണ്. നീ ഇവിടെ കിടന്ന് എത്ര കരഞ്ഞാലും ആരും കേൾക്കാൻ പോകുന്നില്ല. ഇവിടെങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ലടി. എന്നെ വിടു രോഹൻ, എന്നെ വിടാനാ പറഞ്ഞ്. എടി, ഇതാണ് കൊലകൊല്ലി മല. ഇതിന് പറയുന്നതേ വേറൊരു പേരുണ്ട്, ചെകുത്താന്റെ കോട്ടയെന്ന്. ഇതിപ്പോ ആരുടേതാണെന്നറിയാവോ? ഞങ്ങളുടേതാ. ഈ പ്രദേശത്ത് ഒരാൾ പോലും ഇല്ലടി എന്നൊക്കെ പറയുന്ന രാജു ഇങ്ങനെ ഫോണിൽ കൂടെ കേൾക്കുവാണ്. നീ ഇവിടെ കിടന്ന് എത്ര കരഞ്ഞ് വിളിച്ചു കൂവിയാലും ആരും കേൾക്കാൻ പോകുന്നില്ലടി. നിനക്കെന്നെ ശരിക്കും അറിയില്ല. വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞ് അവൻ ഋതികയുടെ കൈക്ക് പിടിച്ച് വലിച്ചോണ്ട് പോവുകയാണ്. അങ്ങനെ സ്ഥലവും അഡ്രസ്സും ഒക്കെ ശരിക്കും മനസ്സിലായ രാജു ഉടനെ തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഋതിയെ രക്ഷിക്കാനായിട്ട് പുറപ്പെട്ടു വരുവാണ്. രാജു ബൈക്ക് ഓടിക്കുമല്ല, രാജു ബൈക്ക് പറത്തുവാണെന്ന് തന്നെ പറയാം. ആ സ്പീഡിലാണ് അവൻ വരുന്നത്. അവന്റെ ഋതിക മേഡമാണ് ആപത്തിൽപ്പെട്ടിരിക്കുന്നത്. അവൻ വെറുതെ വിടുവോ അവനെ? രോഹനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയ പ്രതാപൻ ആകെ സങ്കടത്തിലായി. താൻ എടുത്ത തീരുമാനം വലിയ തെറ്റായിപ്പോയോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ പ്രതാപൻ ഇങ്ങനെ ഇരിക്കുവാണ്. പ്രതാപന്റെ ആ ഇരിപ്പത്ര പന്തികേടല്ലെന്ന് മനസ്സിലാക്കിയ അംബികയും മകനും അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ദീപക്ക് പറയാ, അമ്മേ, അമ്മാവനിപ്പോ എങ്ങനെ, ആട്ടുംകുട്ടിയാണോ അതോ ചീറിപ്പായുന്ന ചീറ്റപ്പുലിയാണോ? ഏത് മൂഡിലായി ഇരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നീ വാടാ, നമുക്ക് പോയി നോക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പ്രതാപന്റെ അടുത്തോട്ട് വരുവാണ്. പ്രതാപനെ കണ്ടിട്ട് അംബിക ചോദിക്കുന്നത്, അല്ല, നിനക്കെന്താ ഒരു ടെൻഷൻ ഉള്ളതുപോലെ? വലിയ താല്പര്യമൊന്നും കാണിക്കാതെ പ്രതാപൻ പറയുന്നു, അത് സ്വാഭാവികമല്ലേ ചേച്ചി. എനിക്ക് കുടുംബഭരണം മാത്രമല്ലല്ലോ ഉള്ളത്, ഞാനൊരു മന്ത്രി കൂടെ അല്ലയോ. എന്ന് വെച്ച് ആവശ്യമില്ലാത്ത എല്ലാ ടെൻഷനോടെ കൊണ്ടുവന്ന് തലയ്ക്കകത്തിങ്ങനെ വെച്ചോണ്ട് നടക്കല്ലേ മോനെ. നീ വീണുപോകും. നീയും വീണുപോയാൽ പിന്നെ ഈ ചേച്ചിക്ക് പിന്നെ ആരാ മോനെ ഉള്ളത്? രോഹനേക്കാളും കൊടും വിഷമാണ് ഈ അഭിനയിക്കുന്നത് അംബിക. അപ്പോഴങ്ങോട്ട് യാമിനിയും വരുന്നുണ്ട്. അംബിക പറയുക, മോനെ, ദീപക്കിന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ദീപക്കിനെ കാണുന്ന തന്നെ പ്രതാപന് ദേഷ്യമാണ്. ആ ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നു, നിനക്ക് എന്തോടാ പറയാനുള്ളത്?
അമ്മാവ, അത് എൻ്റെ ഒരു സംശയമാണ്. ആ സംശയം 100% ശരിയാണോന്ന് എനിക്കറിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ വളച്ചു കെട്ടാതെ വ്യക്തമായിട്ട് പറയടാ. അമ്മാവന്റെ കാറിൽ അന്ന് മയക്കുമരുന്ന് വെച്ചത് രോഹനാണോ എന്നെനിക്കൊരു സംശയം. അതെന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? അതായത് എങ്ങനെങ്കിലും അമ്മാവനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയാ അവന്റെ ശ്രമം. അമ്മാവന്റെ ഈ വിശാലമായ സ്നേഹമില്ലേ, അതൊക്കെ അവന് പിടിച്ചു പറ്റണം. അതിനുവേണ്ടി ഇങ്ങനൊരു വേല അവൻ ചെയ്തതാണെന്നാ എനിക്ക് തോന്നുന്നത്. അംബിക പറയാ, എടാ മോനെ, കുറെ നേരത്തേക്ക് നിന്നെ മുൾമുനെ നിർത്താനേ അവന് കഴിഞ്ഞില്ലയോ? പ്രതാപൻ പറയാ, ഞാനൊരു ജനപ്രതിനിധി മാത്രമല്ല, ഒരു മിനിസ്റ്റർ കൂടിയാ. ഹോം മിനിസ്റ്റർ അവർക്ക് സസ്പെൻഷൻ ഓർഡർ ഇട്ടതാ. ഞാനാ അത് തടഞ്ഞത്. ഞാൻ മയക്കുമരുന്ന് കടത്തിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? യാമിനി പറയാ, എന്നാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞില്ലയോ ചേട്ടാ? പ്രതാപ, അവൻ ഇതും അതിനപ്പുറവും ചെയ്യും. അവനെ കണ്ടാൽ തന്നെ അറിയില്ലേ ഒരവലക്ഷണം പിടിച്ച ചെറുക്കനാണെന്ന്. എന്നാലും അവൻ നമ്മുടെ ഹൃദയമോളോട് കാണിച്ച മര്യാദകേടെ അത് യാമിനി പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. എന്തൊരു വൃത്തികെട്ടവനാ അവൻ. നമ്മുടെ കുഞ്ഞിന്റെ കന്യകാത്തത്തില് അവന് സംശയം. അവന്റെ തല തല്ലി പൊട്ടിക്കണം. അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു മാനസിക രോഗിയാ പ്രതാപ. അമ്മ പറയുന്നത് കറക്റ്റാ അമ്മാവ. സകലമാന മയക്കുമരുന്ന് വലിച്ചു കയറ്റുന്ന ഒരു പ്രാന്തനാവൻ. എന്റെ പൊന്നുമോനെ, നമ്മുടെ മോളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കരുതെന്നാ എന്റെ അഭിപ്രായം. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പോ എന്നെ എന്താ ചേച്ചി നിങ്ങൾ അറിയിക്കാത്തത്? അതുകൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഇത്രയും ഉണ്ടായത്. എന്തായാലും ആ രോഹനെ ഇനി നമുക്ക് വേണ്ട. നമ്മുടെ കുഞ്ഞിനെ അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്താലേ അവൻ നമ്മുടെ കുഞ്ഞിനെ കൊല്ലും. ഇവരെല്ലാരും രോഹനെ കുറിച്ച് പറഞ്ഞതെല്ലാം കേട്ട് പ്രതാപൻ ആകെ ധർമ്മസങ്കടത്തിലായി. പാവം പ്രതാപൻ തന്റെ മോളെ അവനോടൊപ്പം വിട്ടല്ലോ, ദൈവമേ എന്താകും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. രോഹനാണെങ്കിൽ ഹൃതിയെ വലിച്ചഴച്ച് റൂമിൽ കൊണ്ടുവന്നിട്ട് അവിടെ കഴുത്തിന് കുത്തിപ്പിടിക്കുവാണ്. എടി, നീ എന്ത് വിചാരിച്ചടി ഈ രോഹനെ കുറിച്ച്? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? രോഹൻ എന്നെ വിടാനാ പറഞ്ഞത്. അങ്ങനെയൊന്നും ഞാൻ നിന്നെ വിടില്ലടി. നിന്നെ ഞാൻ ഈ ട്രാപ്പിൽ പെടുത്തിയത് തന്നെ എന്തിനാന്നറിയാവോ? നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ തന്നെ. എടാ രോഹ, നീ എന്നെ തൊട്ടാൽ നിന്റെ മരണമാ. നിന്നെ കൊന്നുകളയും. ആരാടി എന്നെ കൊല്ലുന്നത്? ആര് വരുമെന്നാടി ഇങ്ങോട്ട്? നിന്റെ പഴയ കാമുകൻ രാജുവോ? അതുകൊണ്ട് തന്നെയാടി ആർക്കും വന്നെത്താൻ പറ്റാത്ത ഈ സ്ഥലത്ത് തന്നെ നിന്നെ ഞാൻ കൊണ്ടുവന്നത്. നിന്റെ മനസ്സ് മുഴുവൻ രാജുവാണെന്ന് എനിക്ക് അറിയാവടി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിന്നോടുള്ള മോഹവും. എടാ, എന്നെ വിടാനാ പറഞ്ഞത്. വിടറാ, ഞാൻ വിടാവടി. എന്റെ ആഗ്രഹം ഒന്ന് കഴിഞ്ഞിട്ടേ ഞാൻ വേണമെങ്കിൽ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. കല്യാണമൊക്കെ നമുക്ക് പിന്നെ നടത്തിയാൽ മതി. അല്ലെങ്കിൽ കല്യാണം വേണമെന്നും ഇല്ല. അന്ന് നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തുടങ്ങിയ മോഹമായത്. ഇവിടെ നിന്നെ ആരും രക്ഷിക്കാൻ വരില്ല. അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ എന്റെ കൂട്ടുകാർ കുറെ പേരുണ്ടടി പുറത്ത്. അവരെ മറികടന്ന് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നിന്റെ ഈ സൗന്ദര്യം ഉണ്ടല്ലോ, അതെന്നെ അങ്ങ് ഭ്രാന്തനാക്കി മാറ്റുക. മാറടാ പട്ടി, നീ എന്റെ ശവത്തിൽ മാത്രമേ തൊടത്തുള്ളടാ. ഇതുപോലെ പല പെൺകുട്ടികളുമേ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ടടി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് ഞാൻ ഒരലിവും കാണിക്കത്തില്ല. അപ്പോൾ നമ്മുടെ രാജുവോടെ ചീറിപ്പാഞ്ഞെത്തിയിട്ടുണ്ട്. വണ്ടിയോടെ ഇട്ടിട്ട് രാജു ഇങ്ങനെ കുതിച്ച് ചാടുവാണ്. ആ ശബ്ദം ഹൃതിയെയും രോഹനും കേൾക്കുന്നുണ്ട്. ഹൃതിയയ്ക്ക് സന്തോഷമായി രാജു എന്ന് വിളിക്കുന്നുണ്ട്. ആ ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോഴേ നീ മനസ്സിലായി ഇല്ലേ അത് നിന്റെ രക്ഷകനാണെന്ന്. അപ്പോഴേ രാജു മേഡം മേഡം എന്നിങ്ങനെ രാജു അലറി വിളിക്കുവാണ്. ഇന്ന് അവൻ ഇവിടെ തോറ്റ് മടങ്ങുവടി. അവനും നിന്നെ രക്ഷിക്കാനെന്നാവില്ലടി. രാജു രാജു എന്നിങ്ങനെ ഹൃതിക രോഹന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞോണ്ട് വിളിക്കുവാണ്. രാജുവാണെ കിടന്ന് അവിടെ എല്ലാം അന്തം വിട്ട് ഓടുക. ഹൃതികയുടെ ശബ്ദം അവന്റെ കാതിൽ കേൾക്കുന്നുണ്ട്. ഹൃതിക മേഡം എന്ന് അവൻ അലറി വിളിക്കുന്നുണ്ട്. രാജു രാജു എന്ന് ഹൃതികയും. അപ്പോൾ ഏത് മുറിയാണെന്ന് രാജു കണ്ടുപിടിച്ച് അവിടെ കിടന്ന ആ കതവേലിട്ട് ഇടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്യുവാണ്. അപ്പോഴേക്കും രോഹൻ അവിടെ ഏർപ്പാടാക്കിയിരുന്ന ഗുണ്ടകളെല്ലാം ഓടി വന്ന് രാജുവിനെ അങ്ങ് വളഞ്ഞ് രാജുവിനെ അടിക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്. രാജു അവന്മാരെ ചവിട്ടി തെറിപ്പിക്കുന്നുണ്ട്. അവസാനം രാജു ആ കതവ് ചവിട്ടി പൊളിക്കുവാണ്. രാജു നോക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവളുടെ കഴുത്തിൽ രോഹൻ ഇങ്ങനെ കൈയും പിടിച്ച് അമർത്തിക്കൊണ്ട് നിൽക്കുവാണ്. രാജുവിന് സഹിക്കുവോ? ഒരൊറ്റ തൊഴി. ആ തൊഴിയിൽ രോഹൻ പറന്നടിച്ച് വീഴുവാണ്. രോഹൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് രാജുവിനെ ഇടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയോടിടി. അത് കഴിഞ്ഞിട്ട് സഹിക്കാൻ വയ്യാതെ രോഹൻ അവിടെ കിടന്ന ഒരു കട്ടയെടുത്ത് രാജുവിന്റെ നെറ്റിക്ക് ഒരു ഒറ്റ അടി കൊടുക്കും. ആ നെറ്റി പൊട്ടി ചോര ഒഴുകുവാണ്. അത് കണ്ടിട്ട് ഹൃതികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ രാജു രാജു എന്ന് പറഞ്ഞ് ഹൃതിക കരയുവാണ്. ആ തലയ്ക്കങ്ങനെ അടി കിട്ടിയത് കൊണ്ട് രാജുവിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാജു അടങ്ങ് മയങ്ങി വീഴുന്ന പോലെ ഇരിക്കുവാണ്.
രോഹൻ ഹൃതിയെ അങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് പറയുന്നത്, കണ്ടോടാ നിന്റെ ഈ കാമുകിയെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, നിന്റെ മുന്നിലിട്ട് തന്നെ ഞാൻ ഇവളെ എന്തൊക്കെയാ ചെയ്യുന്നത് നീ കണ്ടോ, ഒന്നുകിൽ ഇവളുടെ മരണം അല്ലെങ്കിൽ ഇവളെ എനിക്ക് വേണം, എൻ്റെ ആഗ്രഹമെല്ലാം ഇവളിൽ കൂടെ ഞാൻ സാധിക്കും. രാജു ആകെ തളർന്ന അവശ നിലയിലോട്ട് പോവുകയാണ്. രാജുവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പാവം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഹൃതിക മേഡത്തെ ഒന്നും ചെയ്യരുത്, വിട്, ഹൃതിക മേഡത്തെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് രാജു അബോധാവസ്ഥയിലോട്ട് പോകാൻ പോകുന്ന ഒരു സ്റ്റേജിലെത്തി. ഇത് കണ്ട് ഹൃതിയെയും തളരുവാണ്. ഇനി യാതൊരു പ്രതീക്ഷയില്ല, തന്നെ ആര് രക്ഷിക്കാൻ ഇവിടെ വരും എന്നുള്ള സങ്കടത്തിൽ ഹൃതിക അങ്ങ് തളർന്ന് വീഴുവാണ്. ആ സമയത്ത് ദാണ്ട വരുന്നടാപ്പ പ്രതാപനും കുറെ പോലീസുകാരും. എടാ വിട്രാ എൻ്റെ മോളെ എന്നും പറഞ്ഞാണ് പ്രതാപന്റെ വരവ്. പ്രതാപനെ കണ്ടപ്പോൾ ഹൃതിക അങ്ങ് ചങ്ക് പൊട്ടി കരയുവാൻ, അച്ഛാ അച്ഛാ എന്നും പറഞ്ഞു. അത് കണ്ടിട്ട് പ്രതാപന് സഹിക്കുന്നില്ല. വിട്രാ എൻ്റെ മോളെ എന്നിങ്ങനെ വീണ്ടും പ്രതാപൻ അലറുവാണ്. രോഹൻ പെട്ടെന്ന് അവന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് നീട്ടുവാണ്. അടുക്കരുത്, ഒരെണ്ണം അടുത്തു പോകരുത്. പോലീസുകാരും പ്രതാപനും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എങ്ങനെ ഹൃതിയെ രക്ഷിക്കുന്നത്? അവൻ ആ രീതിക്ക് ഭ്രാന്തനെ പോലെ കത്തി നീട്ടി നിൽക്കുവാണ്. എൻ്റെ അടുത്തോട്ട് ആരെങ്കിലും വന്നാൽ ഇവിടെ കൊരവള്ളി ഞാൻ കട്ട് ചെയ്യും. എടാ രോഹ വേണ്ട, ഒന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട്. അവിടെ കിടന്ന അബോധാവസ്ഥയിലായ രാജുവും കൈകൊണ്ട് കാണിക്കുവാണ് വേണ്ട വേണ്ട എന്ന്. പക്ഷെ രാജുവിനൊന്നും പറയാൻ പറ്റുന്നതുമില്ല. എന്തും വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രതാപൻ പെട്ടെന്ന് അവിടെ നിന്ന് വാട്ടർ ക്യാൻ എടുത്ത് രോഹന്റെ കയ്യിലോട്ട് ഒരൊറ്റ ഏറ്. ആ ഏറ് കൊണ്ട് അവന്റെ കയ്യിലിരിക്കുന്ന കത്തി അങ്ങ് തെറിച്ചു വീണ്. പ്രതാപനെടുത്തിട്ട് അലക്കുന്നുണ്ട് രോഹനെ. അങ്ങനെ ദേഷ്യം വരാതിരിക്കും. അത്രയ്ക്ക് വിശ്വസിച്ചാണല്ലോ രോഹനോടൊപ്പം അവന്റെ മകളെ വിട്ടത്. ആ ദേഷ്യം എല്ലാം രോഹനെ അവിടെ തല്ലി തീർക്കുവാണ് പ്രതാപൻ. അങ്ങനെ പോലീസുകാരെല്ലാരും ചേർന്ന് അവനെ വളഞ്ഞു പിടിച്ച് നിർത്തിയിരിക്കുവാണ്. ഹൃതിയെ അച്ഛാന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയി പ്രതാപനെ കെട്ടിപ്പിടിക്കുവാണ്. പ്രതാപൻ ചങ്ക് പൊട്ടി മോളെ കെട്ടിപ്പിടിക്കുന്ന ആ രംഗം നമുക്ക് വളരെ സങ്കടം തോന്നും. ഇപ്പോഴാണ് പ്രതാപൻ ശരിക്കും മകളെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പ്രതാപൻ രോഹനോട് പറയുന്നു, നീ എന്ത് കരുതിയടാ എന്നെക്കുറിച്ച്? ഞാൻ ക്ഷത്രിയനാടാ, എന്റെ നേരെ വന്നാൽ വംശനാശം വരുത്തും ഞാൻ. രോഹൻ പോലീസുകാരുടെ കയ്യിൽ കിടന്നുകൊണ്ട് പറയുക, ഇതൊന്നും ഇവിടെ തീരില്ല, പകരം ചോദിക്കും ഞാൻ, തിരിച്ചു വരും ഞാൻ. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകനായതുകൊണ്ടാടാ നിന്നെ ഞാൻ ജീവനോടെ വെറുതെ വിടുന്നത്. ഇനി നീ എപ്പോഴെങ്കിലും എൻ്റെ മകളുടെ പുറകെ വന്നാൽ ഇനി ഒരിക്കലും ആ പരിഗണന കിട്ടിയെന്ന് വരില്ല. കൊണ്ടുപൊയ്ക്കോ അവനെ ഇവിടുന്ന് എന്നിങ്ങനെ പോലീസുകാരോട് പ്രതാപൻ ആജ്ഞാപിക്കുവാണ്. പോലീസുകാരങ്ങനെ രോഹനെയും കൊണ്ട് പോകുന്നുണ്ട്. ഹൃതിക കരഞ്ഞുകൊണ്ട് പ്രതാപനോട് പറയുന്ന, അച്ഛാ രാജു. പ്രതാപൻ നോക്കുമ്പോൾ രാജു ഇങ്ങനെ തലയ്ക്ക് അടിയേറ്റ് മയങ്ങി കിടക്കുവാണ്. പ്രതാപന്റെ ആ സ്നേഹം കാണണം. രാജു എഴുന്നേക്ക് എന്നും പറഞ്ഞ് വളരെ വാത്സല്യത്തോടെയാണ് രാജുവിനെ ഇങ്ങനെ പിടിച്ചു പൊക്കുന്നത്. എന്നിട്ട് പറയുന്നു, എനിക്ക് പറ്റിയ ഒരു വലിയ തെറ്റായിപ്പോയി, എനിക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റിയില്ല. രാജുവിനെയും ഹൃതിയെയും പ്രതാപൻ തൻ്റെ രണ്ട് കൈകളിലായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രതാപൻ പറയുക, എനിക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല രാജു, നീ അറിയിച്ചത് കൊണ്ടാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റിയത്. പ്രതാപൻ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെ അങ്ങനെ ചേർത്ത് മാറോട് അണയ്ക്കുവാണ്. അംബികയും ദീപക് കൂടെ വന്നിട്ട് യാമിനിയോട് ചോദിക്കുന്നു, അല്ല യാമിനി, ക്ഷേത്രത്തിൽ പോയവർ ഇതുവരെയും വന്നില്ലല്ലോ, ആവശ്യമില്ലാത്തൊരു പോക്കായിരുന്നു അവരില്ലേ, എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അവരോടൊപ്പം ഹൃതിയെ വിടുന്നതിന്. ഞാൻ കൂടെ പോകാമെന്ന് പറഞ്ഞതല്ലയോ അമ്മായി, അപ്പോൾ അമ്മാവനല്ലേ സമ്മതിക്കാഞ്ഞത്? അപ്പോഴാ സമയത്ത് പ്രതാപന്റെ കാർ വരുന്നുണ്ട്. അവർ വന്നല്ലോ എന്നും പറഞ്ഞ് അവർ പോയി നോക്കുമ്പോൾ പ്രതാപൻ രാജുവിനെ ഇങ്ങനെ താങ്ങി പിടിച്ചോണ്ട് വരുവാണ്. രാജുവിന്റെ നെറ്റിയിലാണെങ്കിൽ വലിയൊരു മുറിവും കാണുന്നുണ്ട്. ഹൃതികയാണെങ്കിൽ സങ്കടത്തിലുമാണ് വരുന്നത്. അയ്യോ എന്തു പറ്റി, എന്താന്ന് വെച്ചാ പറ പ്രതാപ. പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു ചേച്ചി. എന്റെ ഒരു സഹപ്രവർത്തകന്റെ അനുജന്റെ മകനാണല്ലോ രോഹൻ. അവനൊരു വളരെ നല്ല ചെറുപ്പക്കാരനാണെന്ന് ഞാൻ കരുതി. പക്ഷെ അവൻ വെറും ഫ്രോഡായിരുന്നു, ഒരു 4-കിട ക്രിമിനൽ. എന്നിട്ട് എന്താ ഉണ്ടായത്? പ്രതാപ നീ കാര്യം പറ. പ്രതാപൻ അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരോടെല്ലാം പറയുവാണ്. രാജു അപകടം മനസ്സിലാക്കി എനിക്ക് നേരത്തെ തന്നെ മെസ്സേജ് അയച്ചിരുന്നു. അതുമാത്രമല്ല ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ മാപ്പ് ഇട്ടിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ എന്റെ മോടെ കഴുത്തിൽ കത്തി വെച്ചോണ്ട് നിൽക്കുവാണ്. തക്ക സമയത്ത് രാജുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാ നമുക്ക് ഹൃതിക ജീവനോടെ തിരിച്ചു കിട്ടിയത്. അംബിക പറയുക, ആ രോഹനെ ആദ്യം കണ്ടപ്പോഴേ അവൻ ഒട്ടും ശരിയല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. അവനൊരു സൈക്കോയാ. ദീപക് പറയാ, അവൻ ഈ സിറ്റിയിലെ നമ്പർ 1 ക്രിമിനലാ. അതെന്താടാ നീ എന്നോട് നേരത്തെ പറയാഞ്ഞത്? അത് ഞാൻ പറഞ്ഞാൽ അമ്മാവൻ വിശ്വസിക്കത്തില്ലല്ലോ. നിന്നെ ഞാൻ വിശ്വസിക്കാതിരിക്കണമെങ്കിലേ അതിന്റെ കാരണക്കാരൻ നീ തന്നല്ലേ ദീപകെ? വേദനയോടെ നിൽക്കുന്ന രാജുവിനോട് യാമിനി ചോദിക്കുന്നുണ്ട്, രാജു എങ്ങനെ, കുഴപ്പമുണ്ടോ? ഇല്ല മാഡം, ഡോക്ടർ വേദന മാറാനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. പ്രതാപൻ രാജുവിനെ കെട്ടിപ്പിടിച്ചോണ്ട് പറയുന്നു, എനിക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി മരിക്കാൻ തയ്യാറായവനാണ് ഈ രാജു. സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും വീർപ്പ് മുട്ടിക്കുന്ന ഇവനെപ്പോലുള്ള ചെറുപ്പക്കാരെ ഇന്നത്തെ ഈ ജനറേഷനിൽ കാണാൻ കിട്ടുമോ?
രാജുവിനെ വീണ്ടും പ്രതാപൻ നെഞ്ചോടെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, ഇത്രയൊക്കെ ഇവൻ എന്നെ സ്നേഹിക്കാൻ ഇവൻ എനിക്ക് ആരാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ ഇവൻ എന്താണ് പകരം കൊടുക്കേണ്ടത് എന്നിങ്ങനെ പ്രതാപൻ പറയുമ്പോൾ 1000 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ച സന്തോഷത്തോടെ ഋതിക ഇങ്ങനെ പുഞ്ചിരിയോടെ പ്രതാപനെയും രാജുവിനെയും നോക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപൻ മനസ്സുകൊണ്ട് തന്നെ അംഗീകരിച്ച് രാജുവിനെ തൻ്റെ മകൾക്ക് സ്വന്തമായി കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.